അടുത്ത നമുക്ക് ടാറ്റ മോട്ടോഴ്സ് ഒന്ന് അനലൈസ് നോക്കിയാലോ. സോ ടാറ്റ മോട്ടോഴ്സ് എല്ലാവർക്കറിയാം, ലാസ്റ്റ് ഒരു 23rd മാർച്ച് മുതൽ നോക്കുകയാണെങ്കിൽ 23rd മാർച്ച് ടു 24 ജൂലൈ ഒരു വർഷം ഒരു 4 മാസം കൊണ്ട് ഏകദേശം ഒരു 194% റിട്ടേൺസ് തന്നത്. സോ എല്ലാവരും ഓൾറെഡി അവെയർ ആയിരിക്കും ടാറ്റ മോട്ടോഴ്സിനെ പറ്റി. സോ കറൻ്റ്ലി നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സിൽ നല്ലൊരു കറക്ഷനാണ് നടന്നത്. അതായത് ഏകദേശം ഫ്രം ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 47% കറക്ഷൻ തന്നു. സോ ഇപ്പോൾ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കറൻ്റ്ലി മാർക്കറ്റ് എത്തി നിൽക്കുന്നത് നല്ലൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണിലാണ്. അത് മൾട്ടിപ്പിൾ ടൈംസ് റെസിസ്റ്റൻസ് ആക്ട് ചെയ്തൊരു സോണാണ്. സോ ഇവിടുന്ന് ബ്രേക്ക് നടന്നു, വീണ്ടും ഓൾ ടൈം ഹൈയിൽ പോയി തിരിച്ച് അതേ സോണിൽ വന്ന് നിൽക്കുകയാണ്. സോ ഇതൊരു നല്ലൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണിലാണ് ഉള്ളത്. കാരണം മന്ത്ലി ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിലും വീക്ക്ലി ടൈം ഫ്രെയിം നോക്കിയാലും കാണാൻ പറ്റും ഓൾറെഡി ഇറ്റ്സ് ഇൻ എ ഗുഡ് സപ്പോർട്ട് റെസിസ്റ്റൻസ് സോൺ. ആൻഡ് ലാസ്റ്റ് വീക്ക് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വീക്ക് ഓൾറെഡി ഒരു നിയർലി 4% ഗ്രീനിലാണ് എൻഡ് ചെയ്തത്. ആൻഡ് ഈ വീക്കും ഒരു 1.1% ഗ്രീനിൽ. സോ ചെറുതായിട്ടൊരു റിവേഴ്സൽ കാണിക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ വി നീഡ് ടു വെയിറ്റ്. ബിക്കോസ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ടാറ്റ മോട്ടോഴ്സ് വീണ്ടും നോക്കിയാൽ കാണാൻ പറ്റും. അതായത് ഈ ഒരു ബുൾ റാലിയിൽ ടാറ്റ മോട്ടോഴ്സിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത സംഭവമാണ് ജാഗ്വർ ലാൻഡ് റോവർ JLR. സോ കറൻ്റ്ലി JLRന്റെ സെയിൽസ് നല്ലൊരു ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അവരുടെ റീസെൻ്റ് ആയിട്ടുള്ള കോൾസ് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും JLRൽ ചൈന മാർക്കറ്റിൽ സെയിൽസ് നോട്ടീസബിളി ലോവർ സെയിൽസ് ആണ് ഇപ്പം ചൈനയിൽ ലൈക്ക് Q3 ടൈം നടന്നത്. സോ അതേപോലെ ഇൻവെൻട്രി ഓൾറെഡി കുറേ സ്റ്റോക്കുകൾ അവരുടെ കയ്യിലുണ്ട്. സോ അങ്ങനെ പല പല റീസൺസ് ആയിട്ട് അവർ JLRനെ ഇമ്പാക്ട് ചെയ്തത്. സോ JLR ആയിരുന്നു ലൈക്ക് ടാറ്റ മോട്ടോഴ്സിന് നല്ലൊരു ബുൾ റാലി സഹായിച്ച സംഭവം. സോ കറൻ്റ്ലി JLRനെ എഫക്ട് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് പ്രൈസിലും അത് ഇമ്പാക്ട് ചെയ്തു. ആൻഡ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ക്രീനിൽ വന്ന് സോ ടാറ്റ മോട്ടോഴ്സ് ഉള്ളത് കറൻ്റ്ലി സ്റ്റോക്ക് P 7.58 സ്റ്റോക്ക് P ആണ് നിൽക്കുന്നത്. ആൻഡ് ROC റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് നോക്കാൻ പറ്റും ഒരു 20%. ഒരു അടിപൊളിയുള്ള റിട്ടേൺ ആണ് എല്ലാ വർഷവും ടാറ്റ മോട്ടോഴ്സ് തന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇവരെ ബിസിനസ് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും റേഞ്ച് റോവർ, ലൈക്ക് ഡിഫൻഡർ, സോ ദെൻ ടാറ്റ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്. സോ അങ്ങനെ പല പല വെഹിക്കിൾസ് കാര്യങ്ങളൊക്കെയാണുള്ളത്. ആൻഡ് ഇൻഡസ്ട്രി P നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രി P 18 ആണ്. സോ കറൻ്റ്ലി നമ്മൾ ടാറ്റ മോട്ടോഴ്സ് നിൽക്കുന്നത് സ്റ്റിൽ 7.5% നിൽക്കുന്നത്. ഇൻഡസ്ട്രി Pയുടെ താഴെയുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഒരു PE ചാർട്ട് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും 23rd ഇതിൻ്റെ P എന്ന് പറയുന്നത് 88 ആയിരുന്നു. പക്ഷെ അത് ഡൗൺഗ്രേഡ് ചെയ്ത് 16 എത്തി. ഇപ്പം നല്ലൊരു ഡൗൺ Pയിലാണ് ഉള്ളത്. ആൻഡ് ഇതിൻ്റെ മീഡിയൻ P എന്ന് പറയുന്നത് 16.4 ആണ്. അതായത് ഒരു ആവറേജ് P എന്ന് പറയുന്നത്. സോ അതിൻ്റെയും താഴെയാണ് ഇപ്പം മാർക്കറ്റ് വന്നിരിക്കുന്നത്. പിന്നെ ക്വാർട്ടർ റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ 105, 105, 110, 119. സോ ലാസ്റ്റ് 2 ക്വാർട്ടറിൽ ജൂൺ ആൻഡ് സെപ്റ്റംബർ ക്വാർട്ടറിൽ നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ഒരു വേരിയേഷൻ ഉണ്ടായിരുന്നെങ്കിലും ബട്ട് സ്റ്റിൽ ഡിസംബർ ക്വാർട്ടർ എന്ന് പറയുന്നത് അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്.